വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കടുത്ത് ചേകാടിയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ കുണ്ടുവാടിക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ കാട്ടിനുള്ളിലെ അമ്പലത്തിലെ ഉത്സവമാണ്. എല്ലാ വർഷവും മാർച്ച് 7, 8 തീയതികളിലാണ് ഈ ഉത്സവം നടക്കുന്നത്. അപ്പോൾ ഇതിനോട് ഓരോ കുന്നിലെയും സ്ഥാനീയരായ വേട്ടക്കുറുമ വിഭാഗക്കാർ, അതുപോലെ മറ്റു വിഭാഗക്കാരൊക്കെ ഇതിനോട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് മണിയേട്ടൻ സംസാരിക്കും. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുണ്ടുവാടിയ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരാണ് ഞങ്ങൾ. അതിൽ ഞങ്ങൾ 5 കുന്നിലെ 5 മൂപ്പന്മാർ അടങ്ങുന്ന ഒരു കുടുംബമാണ് ഈ കുണ്ടുവാടിയർ. അപ്പോൾ അതിൽ ഈ പൊളന്ന തറവാടിനോട് അനുബന്ധിച്ചാണ് കുണ്ടുവാടി ക്ഷേത്രം ഉള്ളത്. പൊളന്ന തറവാട്ടിലാണ് അതിൻ്റെ മൺമറഞ്ഞു പോയ സ്ഥാനീയരൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ അമ്പലമല്ല, ഞങ്ങളുടെ കാവാണ്. അമ്പലം എന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മൾ കാട്ടിനുള്ളിലുള്ളത് നമ്മുടെ കാവാണ്. കുണ്ടുവാടി കരിങ്കാളി അമ്മയുടെ കാവാണ്. അത് ഐതിഹ്യം, ഞങ്ങളുടെ പൂർവികർ പറഞ്ഞു കേട്ട ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, കുട്ടത്ത് നിന്ന് വരുന്ന വഴി അമ്മ വിശ്രമിച്ച ഒരു ഇടമാണ് ഈ കുണ്ടുവാടി ക്ഷേത്രം എന്ന് പറയുന്നത്. അത് പണ്ട് മുതലുള്ള കാരണവന്മാരും മുത്തശ്ശിമാരും നമ്മൾ പറഞ്ഞു കേട്ട അറിവിൽ കുട്ടത്തുനിന്ന് നേരെ നമ്മുടെ തുരമ്പൂര് കടവിൽ ചേകാടി, അതായത് ചേകാടി പാലത്തിന് ചേർന്നുള്ള ഒരു തുരമ്പൂര് കടവിൽ വന്നു. ആ കടവിൽ വിശ്രമിച്ച് നേരെ കുണ്ടുവാടി വന്നു കുണ്ടുവാടി മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചതായിട്ടാണ് ഒരു ഐതിഹ്യം ഉള്ളത്. അപ്പം അവിടുന്ന് അങ്ങനെ അവിടെ പഴയ പൂർവികരിൽ ഈ ഊരാളിമാർ ഈ കാട്ടിൽ അവരുടെ എന്തോ ശേഖരിക്കാൻ പോയപ്പോൾ ഒരു ശൂലം പ്രത്യക്ഷപ്പെടുകയും ആ ശൂലം കണ്ട് ഞങ്ങളുടെ കുണ്ടുവാടിയരുടെ തലമുതിർന്ന മൂപ്പന്മാർക്ക് അറിവ് നൽകുകയും അവിടെ പോയിട്ട് നമ്മളത് കണ്ടുപിടിച്ച് ഒരു കരിങ്കാളി അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ കോള് കൊടുക്കുകയും അമ്മയ്ക്ക് വേണ്ടത് നമ്മൾ നിവേദിക്കുകയും ചെയ്തതായിട്ടാണ് ഐതിഹ്യം ഉള്ളത്. അപ്പോൾ വർഷത്തിലൊരിക്കൽ ഈ പൂജാ സാധനങ്ങളും എല്ലാമായിട്ട് നമ്മൾ കാട്ടിനുള്ളിലേക്ക് പോവുകയും അവിടെ പിന്നെ അമ്മയ്ക്കും അവിടെ മുഖ്യ ആയിട്ടുള്ളത് ശിവനും മഹാവിഷ്ണുവും ഉണ്ട്. അതോടൊപ്പം ഞങ്ങൾ കരിങ്കാളിയുടെ തന്നെ 2 രൂപമായിട്ടാണ് ഞങ്ങൾ സങ്കല്പിക്കുന്നത്. അമ്മയും മോളുമായിട്ടാണ് ഞങ്ങൾ സങ്കല്പിക്കുന്നത്. അതായത് സർവേശ്വരിയും ഭദ്രകാളി ആണെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ കുണ്ടുവാടിയുടെ നമ്മൾ കൽപ്പിക്കുന്ന സ്ഥാനം അമ്മയും മോളുമായിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കോള് കൊടുക്കുന്നത്. ഞങ്ങൾ കോള് കൊടുക്കുക എന്നാണ് പറയുന്നത്. കോള് കൊടുക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മണിച്ചൊരു അമ്പലത്തിൽ പോയിരുന്നു. അവിടെ ഗുളികന്റെ ആചാരം ചെയ്യുന്ന കർമ്മി കോഴിയെ കടിച്ചു മുറിച്ച് ആ രക്തം കുടിക്കുന്ന ഒരു ചടങ്ങ് കണ്ടിരുന്നു ഞങ്ങള്. അതുപോലെ ഇവിടുത്തെ ചടങ്ങുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? പ്രത്യേകതകളുണ്ട് ഞങ്ങൾക്ക്. അതായത് ഞങ്ങളുടെ ക്ഷേത്ര കാര്യങ്ങളെ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കത് നമ്മുടെ ആചാരം ചിലത് നമുക്ക് പ്രത്യക്ഷമായിട്ട് നമുക്ക് കാട്ടിക്കൊടുക്കാനും പറ്റും, മറ്റു ചിലത് നമുക്ക് കാട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ ഈ ഒരു കുണ്ടുവാടിക്കാര് ചികിത്സാ സമ്പ്രദായങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പണ്ടൊക്കെ പച്ചമരുന്നുകളൊക്കെ, അതായത് ഞങ്ങളുടെ മുത്തശ്ശിമാർക്കൊക്കെ പച്ചമരുന്നുകൾ പലതും അറിയാം. അതായത് കരപ്പൻ, ഈ പണ്ടുണ്ടായിരുന്ന ചില അസുഖങ്ങൾ, അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ മരുന്ന് അവര് നൽകുമായിരുന്നു. പക്ഷെ അവരുടെ പണ്ട് മുതലുള്ള അവരുടെ മരുന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്താൽ അതിന്റെ ഫലം പോകും എന്നുള്ള ഒരു ഇതാണ് നമുക്ക് അറിവ് കിട്ടിയിരുന്നത്. അങ്ങനെ പല മരുന്നും നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്നത് ഇന്ന് ഇപ്പൊ ഉച്ചക്ക് അമ്പലത്തിൽ അന്നദാനമൊക്കെ ഉണ്ടല്ലോ. ഈ അന്നദാനമൊക്കെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ? പച്ചക്കറി മാത്രം. ഓക്കെ. അപ്പൊ നമ്മള് മാംസമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം തറവാട്ടിൽ വെച്ച്, അതായത് ഈ മൺമറഞ്ഞു പോയ കാരണവന്മാരാണല്ലോ അവിടെ നമ്മുടെ അമ്മേനെ കണ്ടുപിടിച്ച് വിവരം കിട്ടിയപ്പോ അവിടെ പോയിട്ട് അമ്മേനെ സ്ഥാപിച്ച് അവർക്ക് വേണ്ടത് ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ മൺമറഞ്ഞു പോയ കാരണവന്മാരാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ അവിടുത്തെ ചടങ്ങ് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ഇവിടെ വന്നിട്ട്
പിന്നെ നമ്മുടെ മൺമറിഞ്ഞു പോയ കാരണവന്മാർക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് അവര് പങ്കെടുക്കും. പങ്കെടുക്കും. പിന്നെ അതുപോലെ നമുക്ക് അമ്പലത്തില് പിന്നെ സ്ഥാനീയരായിട്ട് ചെറിയ മല മൂപ്പന്മാരാണ് ഉള്ളത്. നമ്മുടെ അതായത് ഞങ്ങളോട് ചേർന്ന് ആ അമ്പലത്തിന്റെ സ്ഥാനീയരായിട്ടുള്ള ചെറിയ മല മൂപ്പന്മാര്, പിന്നെ ഞങ്ങള് പിന്നെ ദൈവം ഉറഞ്ഞതോളം പറയുന്ന പോലെ ചേറ്റടിയന്മാര് എന്ന് പറഞ്ഞിട്ട്, അതായത് കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ടവരും അമ്മയ്ക്കൊപ്പം അവരും അവരുടെ ആട്ടവും പാട്ടവും, അതുപോലെ തന്നെ ഊരാളിമാരുടെ ആട്ടവും പാട്ടവും നിർബന്ധമായിട്ടും വേണം എന്നാണ് അമ്മയുടെ കൽപ്പന. എല്ലാ വിഭാഗത്തിലെ ആൾക്കാരും ഇതില് പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കുന്നുണ്ട്. പോരെ സർ? ശരി, എന്നാ ബാക്കി നമുക്ക് അവിടെ